சார் சார் நான் இங்கே கோவில் பக்கத்து இருக்கிறேன். சார் சார் கோவில் பேர் தெரியாது. மற்ற சார் ஒரு மகுடு இல்லையா, டோம்பு. அது இருக்க ஒரு பெரிய പിന്നെ டோம்பு இருக்க ஒரு கோவில். அங்கே லெஃப்ட் இருக்கு, லெஃப்ட் வழி இருக்கு அங்கிருந்து. ஓகே சார். ஓகே அங்கே லெஃப்ட் வந்துட்டு இருக்கேன். എന്തോരം പൊടിയാ. റൂമിൽ കയറ്റത്തുമില്ല, അടിച്ച് വാരി തൂക്കത്തുമില്ല. ലൈഫ് ഞാൻ വിചാരിച്ചതുപോലെയല്ല മുന്നോട്ട് പോകുന്നത്. എന്താണ് എനിക്കും മൈക്കിടയിലുള്ള പ്രശ്നം? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ ചേരേണ്ടവരല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനവളെ കണ്ടുമുട്ടിയത്? യൂറോപ്പിൽ സെറ്റിലാവാൻ ആഗ്രഹിച്ച ഞാൻ എങ്ങനെയാണ് ഇവിടെ തന്നെ പെട്ടുപോയത്? എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതായതിന് പിന്നിൽ മഹിയുമായിട്ടുള്ള ഇഷ്ടം തന്നെ ആയിരുന്നു. ഓഹോ, നിനക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വപ്നങ്ങൾ? എനിക്കും ഉണ്ടായിരുന്നുള്ള സ്വപ്നങ്ങൾ. ശരിയാക്കി തരാം. അത്രയ്ക്കായ സ്വപ്നം എന്തെന്ന് നിനക്കറിയില്ല. വിദേശത്ത് ജോലി നേടാനായിരുന്നു എനിക്കും ആഗ്രഹം. എന്നിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ട് ലോകം ചുറ്റിക്കറങ്ങണമെന്നായിരുന്നു എൻ്റെ എയിം. ആ എയിം നടത്താൻ പറ്റാത്ത വിഷമം എനിക്കും ഉണ്ട്. പിന്നെ എന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഞാൻ നിൻ്റെ പുറകെയൊന്നും വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒരുമാതിരി കൂതറ ഡയലോഗുകൾ അടിച്ചേ ഈ ഡയറിയിൽ എഴുതി വെക്കരുത് കേട്ടോ. പിന്നെ ദേഷ്യം വരൂലേ? ഇല്ല പിന്നെ ഇന്ന് മഹിയായിട്ട് പോരി ഞാൻ വഴക്കടന്നു. ഇവക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? നിനക്കെന്തിനാ കുഴപ്പമാ? നീ വഴക്കുണ്ടാക്കാൻ വന്നിട്ട് ഞാൻ വഴക്കുണ്ടാക്കാൻ വരുന്നത്? എൻ്റെ അനുവാദം ഇല്ലാതെ അവളുടെ 2 ഓഞ്ഞ കൂട്ടുകാരികൾ അവളിവിടെ കയറ്റി താമസിപ്പിച്ചു. അതുമല്ല, ഞാൻ വാങ്ങി വെച്ചിരുന്ന മുട്ട അവളുമാർ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. എരപ്പകൾ. അയ്യോ കഷ്ടം തന്നെ. 2 മുട്ട അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. എൻ്റെ പൊന്നോ. 2 മുട്ടയ്ക്ക് വേണ്ടി ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഫുഡ് ഞാനും വാങ്ങി കഴിച്ചിട്ടുള്ളതാ. ആ മുട്ടയുടെ പൈസ ഞാൻ അങ്ങ് തന്നേക്കാം. പിന്നെ നീ അവരെ എരപ്പകളെന്ന് വിളിച്ചില്ലേ? ആ 2 മുട്ടയ്ക്ക് വേണ്ടി ഡയറി എഴുതിയ നീയാണോ എച്ചി? ഫ്രെയിം വെട്ടിക്കളിച്ചിരിക്കുകയാണല്ലേ കൊച്ചിക്കാണല്ലേ. അന്ന് ഞാൻ വെട്ടിയപ്പോൾ നീ വെട്ടിയില്ലടാ. അഭിഷേകം കണ്ടുപിടിക്കാൻ പറ്റുന്ന പി ആണോ ബി ആണോ ആറാണോ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഏതൊരു പെണ്ണാണോ എനിക്ക് മനസ്സിലായി. ഹലോ, എടാ ഇത് ഞാനാ. ഈടൻ രവി. ഞാൻ ഇന്നലെ ഇറങ്ങി. പൈസ അത് വക്കീൽ തന്നെ എവിടുന്നോ മറിച്ച് കോടതി കെട്ടിവെച്ചു.
തോൽവി കേസായിരുന്നടേ. നിനക്ക് വല്ല പണിയുണ്ടോ ഇവിടെ? ഏറ്റവും കുത്തി തുറക്കാനോ? ഞാനില്ല. വെറുതെ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ടി വിയിലൊക്കെ നമ്മുടെ പടം വരും. അതൊക്കെ വേണ്ട. നീ ഒരു കാര്യം, നീ ഒറ്റയ്ക്ക് പൊക്കോ. ഞാൻ വിളിച്ചപ്പോൾ വേറൊരു കാര്യത്തിനാണ്. ഇവിടെ സ്വർണം വല്ലതും മറച്ചു വയ്ക്കാൻ പറ്റിയ ആൾക്കാർ വല്ലതും ഉണ്ടോ? സ്ഥിരം പാർട്ടി വേണ്ട, വേറെ ആരെങ്കിലും ഉണ്ടോ നോക്ക്. സാധനം രാത്രിയിലെത്തും. ഓക്കെ നോക്കിയിട്ട് വിളി കേട്ടാ. പെട്ടെന്നൊന്ന് രാത്രി ആയിരുന്നെങ്കിൽ കൈ അങ്ങോട്ട് തരിച്ചിട്ട് പാടില്ല. இல்லை எலி எலி அது இந்த பக்கத்தில் இருக்கு, அது போயிடுவேன். அவசியம் சார், ஓவர் கோல்ஸ்கேட் ஆனாலோ. என்ன சார் പറഞ്ഞു നോക്കുന്നത്? സാറിന് മലയാളം അറിയാമോ? മലയാളം சாப்பிடுப்பா. പേപ്പറോ? പേപ്പറല്ല, കടലേ നിറക്കടലേ. സാപ്പിട് സാപ്പിട്. സാറ് തരാൻ ഞാൻ എങ്ങനെ സാപ്പിടും? അഭിഷേക് സാർ, എനിക്ക് നല്ലതുപോലെ മലയാളം അറിയാം. എൻ്റെ അച്ഛൻ മലയാളി, എൻ്റെ അമ്മ തമിഴ്. എൻ്റെ അച്ഛൻ പണ്ട് കോയമ്പത്തൂർ ചുറ്റിക്കറങ്ങാൻ വന്നതാ. അവസാനം എൻ്റെ അമ്മയെ കൂടി അങ്ങ് കറക്റ്റ് എടുത്തുകൊണ്ട് പോയി. അവസാനം ഞാൻ വലുതായപ്പോൾ അച്ഛനും വീണ്ടും കറങ്ങാൻ പോയി. വെരി ഫണ്ണി ഗെയിം. പിന്നെ അഭിഷേകിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ? നാട്ടിലുണ്ട്. അല്ല, അഭിഷേക് മാരീഡാണോ? മാരീഡാ. എത്ര ഭാര്യമാരുണ്ട്? ഒരു ഭാര്യ. എന്തോ അങ്ങനെ ചോദിച്ചു സാറ്? അല്ല, എനിക്കറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും 2 ഭാര്യമാരുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. സാറിന് എത്ര ഭാര്യമാരുണ്ട്? എനിക്ക് 2. ഇപ്പോഴത്തെ കാലത്ത് കുട്ടി ഒന്നേ ഉള്ളെങ്കിലും ഭാര്യ മിനിമം 2 വേണം. ഞാൻ തരാം സാറേ. അഥവാ ഒരു ഭാര്യ നമ്മൾ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാലും മറ്റേ ഭാര്യ കൂടെ ഉണ്ടല്ലോ. സോ ഒരു സിന്ന വീട് എപ്പോഴും ഇരിക്കുന്നത് നല്ലതാ തമ്പി. അത് സാറേ, ഇവിടെ സ്റ്റാഫുകൾ വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അത് പറ്റി? അല്ല, അഭിഷേകിന് ഈ റൂമെല്ലാം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് പലതും തോന്നുന്നുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ പറ്റൂല. മടിക്കണ്ട, ഉള്ളത് തുറന്നു പറഞ്ഞോളൂ. ഈ ഓഫീസ് കണ്ട് ഒരു പന്ന പരട്ട് ഓഫീസായിട്ട് തോന്നുന്നില്ലേ? കറക്റ്റ്, എനിക്ക് അതേപോലെ തന്നെ തോന്നി. അതെന്താ സാർ എങ്ങനെ? അഭിഷേക്, തുടക്കക്കാലത്ത് എൻ്റെ ഓഫീസ് നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു പവിഴം എന്ന് പറഞ്ഞ ഒരു പൊണ്ണ് ജോയിൻ ചെയ്ത് ജോലിക്ക്. അഭിഷേക്, ഈ തിരുനെൽവേലി അലുവ കണ്ടിരിക്ക? അന്ത അതേപോലെ ഇരിക്കും അന്ത പൊണ്ണ്. അവളുടെ ആ നടപ്പും പോക്കും ഭാവവും എല്ലാം കണ്ട് ഞാൻ മയങ്ങിപ്പോയി. പിന്നെ ഞാനും അവളുമായിട്ട് ഒരു ബിസിനസ് ടൂർ പ്ലാൻ ചെയ്തു. പിന്നെ എൻ്റെ കമ്പനിയും പൊളിഞ്ഞു, ഞാനും പൊളിഞ്ഞു. എൻ്റെ കമ്പനിയിലുള്ള ജോലിക്കാർ വേറെ കമ്പനിയിലേക്ക് ജോലി തേടി പോവുകയും ചെയ്തു. അഭിഷേകിന് അറിയാമോ, ഇതിനു മുമ്പുള്ള ആദ്യത്തെ കമ്പനിയിൽ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ടാണ് இந்த இடത്തിലേക്ക് വന്നത്. ഇനി ഞാൻ ഒരു ലേഡി സ്റ്റാഫിനെയും വെക്കില്ല. അപ്പോൾ ഇതാണല്ലേ അമ്പാൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിൻ്റെ ഹിസ്റ്ററി. ഇത് സാർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടം വരെ വെക്കില്ലായിരുന്നല്ലോ. അഭിഷേക്, വിഷമിക്കണ്ട. നമ്മുടെ കമ്പനി ഹിസ്റ്ററി മോശമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കമ്പനി നല്ല ലാഭത്തിലാണ്. കഴിഞ്ഞ വർഷം 15 ലക്ഷം രൂപയുടെ സെയിൽസാണ് നടന്നിരിക്കുന്നത്, അതും ഈ ലോക്ക്ഡൗൺ സമയത്ത്. അഭിഷേക് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം, തൂത്തുവാരാന്ന്. കിട്ടുന്നത് പാതി, 50-50. താങ്ക് യു സാർ. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മനസ്സിൽ വിദ്യാഭ്യാസം പറഞ്ഞതല്ല. ഇല്ലേ. അതെ സാർ, അതെ, ഇപ്പം ഞാൻ ചോദിക്കാൻ വന്നത് നമ്മുടെ ഈ പ്രൊഡക്ട്സ് എന്തൊക്കെ ആയിരിക്കും? പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആപ്പ് ഡെവലപ്പിംഗ് ആണോ അതോ സൈറ്റ് ക്രിയേറ്റിംഗ് ആണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഭക്തി ശ്ലോകം സെയിൽസ്, അതായത് BSS. അതെന്ത്? അഭിഷേക്, ഭക്തി ശ്ലോകങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള 10,000 ശ്ലോകങ്ങൾ നമ്മൾ CD-യിലാക്കി ഈ ഇന്ത്യ മുഴുവൻ നമ്മൾ വിൽക്കുന്നുണ്ട്.
കഴിഞ്ഞ മാസം മലേഷ്യയിലും സിംഗപ്പൂരിലും വരെ നമ്മൾ സെയിൽസ് നടത്തി. അതറിയാമോ അഭിഷേകിന്? അല്ല സാറേ, പ്രോഗ്രാമിംഗ് സൂപ്പർവൈസർ എന്നുകൊണ്ടല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അത് തന്നെയാണ് അഭിഷേകിന്റെ ജോബ്. നമ്മൾ 50 സ്വാമിമാർ ചൊല്ലുന്ന ശ്ലോകങ്ങൾ CD-യിലാക്കി പ്രോഗ്രാം ചെയ്യണം. എന്നിട്ട് ഓർഡർ വരുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം. സോ സിമ്പിൾ. ഇപ്പോൾ സോഫ്റ്റ്വെയറിനൊക്കെ ഏറ്റവും കൂടുതൽ ഭക്തിക്കാണ് മാർക്കറ്റ്. അല്ല, എൻ്റെ അക്കോമഡേഷനൊക്കെ എവിടെ സാർ? അഭിഷേകിന് ഇത്രയും സ്ഥലം പോരെ? ഇവിടെ കിടക്കാമല്ലോ. ഇവിടെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കസേര കിട്ടുന്ന അത്രയും സ്ഥലം മതി. ഇവിടെ ആണെങ്കിൽ ഫാനുണ്ട്, പുറത്ത് ബാത്റൂം ഉണ്ട്, അടിച്ച് പൊളിക്കാമല്ലോ. ഞാനേ ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. സർട്ടിഫിക്കറ്റ് അല്ല, ചായ കുടിച്ചിട്ട് വരാം. ഞാൻ പോരാം, ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ ദാഹിക്കുന്നു. അപ്പം വരാം സാർ. ഇതിനു വേണ്ടിയാണോ ഞാൻ ഇങ്ങ് വരെ വന്നത്? കുറച്ചില്ലെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയാലോ പുല്ല്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യേ? വേറെ നല്ല എഴുതും കിട്ടുന്നത് വരെ ഇവിടെ പിടിച്ച് നിൽക്കുക. ഈ സമയം അന്തസ്സും അഭിമാനം നോക്കിയിട്ടൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ അടുത്ത് വാശി കാണിച്ചുകൊണ്ടായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പണി തന്നെ എനിക്ക് കിട്ടിയത്. 6 തുടങ്ങുന്നത് രജനി മാത്രമല്ലേ ഉള്ളൂ ഫ്രണ്ടായിട്ട്. അതൊരു ചേച്ചിയല്ലേ? എന്തായാലും എവരായിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. നോക്കട്ടെ. ഹലോ കാർത്തിക്, ഇപ്പോൾ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ സമയമില്ല എനിക്ക്. ഞാൻ ഭയങ്കര ബിസിയാണ്. ഇല്ല ഇപ്പോൾ സമയമില്ല. എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം അങ്ങോട്ട്. ഇല്ല കാർത്തിക്, ഞാൻ വിളിച്ചോളാം, തിരികെ വിളിച്ചോളാം പ്ലീസ്. ഞാൻ കുറച്ച് തിരക്കില്ല. ശരി. പിന്നെ മനുഷ്യവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ഡൗട്ട്. മഹി. ജിബിയോ? ജിബി കയറി വാ. ജിബി രാഹുലായിരിക്കും. ജിബി രാഹുൽ എവിടെ? രാഹുൽ ശില്പയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. എന്താ ശില്പിക്ക് എന്താ പറ്റി? അതിനെന്തോ പനി അങ്ങനത്തോ എന്ന് പറഞ്ഞിട്ട്. അവിടെ അബി വിളിച്ചോ? അബി വിളിച്ചിട്ടൊന്നുമില്ല. ജിബി ഇവിടെ വന്നിരുന്നേ. ഇതുവരെ വിളിച്ചില്ലേ? വിളിച്ചില്ല, മെസ്സേജില്ല, ഒന്നുമില്ല. ഞാൻ കാണിക്കുന്ന എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും അവൻ ഇങ്ങോട്ട് കാണിക്കുന്നില്ലടാ. മഹി സ്നേഹമില്ലൊന്നും പറയണ്ട. ഇന്നലെ മഹി ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ടെൻഷൻ ഒന്നും അറിയണമായിരുന്നു. പിന്നെ ടെൻഷൻ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞെങ്കിൽ അവൻ പോവുമായിരുന്നോ? പോയിട്ട് പെട്ടെന്ന് ഓടി വരാത് സിനിമയൊന്നും അല്ല, ജീവിതമല്ലേ. നീ അവനെ ന്യായീകരിച്ച് പറയുന്നതാണ്. എനിക്ക് എൻ്റെ കാര്യം അറിയാവൂ. അല്ല ഇതെന്ത് മഹി? നോക്ക് എന്തോന്ന്. ഞാൻ പറഞ്ഞില്ലയോ അബിക്ക് മഹിയോട് സ്നേഹമുണ്ട്. അവൻ ഈ ഫ്ലെയിം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നല്ലേ ഞാൻ തൊട്ടപ്പുറത്ത് എന്താ നോക്ക്. എന്തോന്ന് നോക്ക് ആ വെട്ടിയിരിക്കുന്ന എന്താന്ന്. മഹിതോ? മഹിതയാ? നീ സൂക്ഷിച്ചു നോക്ക്. ഇതാ തന്നെ. മഹിത വെട്ടിക്കില്ലേ? ഇവിടെ മഹിത എഴുതിട്ട് പിന്നെ അപ്പുറത്ത് മഹിത എഴുതിട്ട് വെട്ടുന്നത്. നീ നോക്ക് ആ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ നോക്ക്. 6. 6 പേരെന്താന്ന് പറ. അയ്യോ 6 അല്ല, മഹിക്ക് തോന്നുന്നു. എന്റെ കണ്ണൊരു കുഴപ്പമൊന്നുമില്ല. നീ നോക്കിയേ, നന്നോട്ട് നോക്ക്. എനിക്കെന്തൊരു മങ്ങൽ പോലെ അത് കാണാൻ പറ്റുന്നില്ല. പിന്നെ നീ വെറുതെ കൂട്ടനെ സപ്പോർട്ട് ചെയ്യില്ലേ? അയ്യോ സപ്പോർട്ടൊന്നും ചെയ്യുമല്ലോ മഹി. നിനക്കറിയാം, നീ നോക്ക്. അയ്യോ അല്ലെന്ന്, ഇത് വേറെന്തോ. വേറെ എന്തോന്ന്? അല്ല ഇത് അങ്ങനെ തന്നെ. അത് ചിലപ്പോൾ അവൻ കൂട്ടശ്ശേരി എഴുതിയായിരിക്കും. ചെറുതല്ല കൂട്ടശ്ശേരോ? ഇത് ഏതൊരു പെണ്ണിന്റെ പേര് തന്നെയാ. നീ നോക്കിട്ട് പറഞ്ഞു താ ജിബി. എനിക്ക് സമാധാനം ഇല്ല. ഇതെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, വേറെ ഒന്നുമല്ല. നോക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ശില്പ. അതിന് ചെറിയ ജലദോഷോടാ. ഇന്നലെ ഞാൻ ഇവിടെ അല്ലേ കിടന്നത്. എന്നെ കാണാത്തോണ്ട് പാവം കരഞ്ഞ് പാവം ഇപ്പൊ പനിയും പിടിച്ചു. ഇതൊരു പുതപ്പ്. ഇന്നലെ ഇവിടെ കിടന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ഇന്നും കാവല് കിടക്കണമല്ലോ. അപ്പം പുതപ്പൊക്കെ ഇട്ട് വന്ന തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാം. എന്തോന്ന് ജിബി രാഹുലെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല ഇവിടെ വന്ന് നിൽക്കണ്ട, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാന്ന്. അതെ, ഒന്നീ നീ നിന്റെ വീട്ടിൽ പോകണം, ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ച് ഇവിടെ നിർത്തണം. ഇത് രണ്ടും ഏതെങ്കിലും ഒന്നും ചെയ്യണ വരെ ഞാൻ ഇവനും ഇവിടെ തന്നെ കാവല് കിടക്കും. ഞാൻ നാളെ വീട്ടിൽ പൊക്കോളാം. ഉറപ്പാണോ? ഉറപ്പാ. സത്യം? ആന്നേ. എന്നാ കുഴപ്പമില്ല. എന്നാ നമുക്കങ്ങ് പോയാലോ? പൊക്കോ, ഞാൻ നാളെ തന്നെ അങ്ങ് പൊക്കോളാം. രാഹുലെ, രാഹുലെ, ഇതെന്താ വെട്ടി? ഇവിടെ എന്താ പേരെന്ന് നോക്കിട്ട് പറയോ? ഇത് വെട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഏത് പേരാന്ന് നോക്കിട്ട് പറയാവോ? പേരാ? വെട്ടിയതൊന്നും അല്ല. പിന്നെ ഏടി ഇത് പേന തെളിയാത്തോണ്ട് കീച്ചി കളിച്ചത്.
എന്തായാലും ഞാൻ പറഞ്ഞ ശരിയല്ലേ? കറക്റ്റാ പോയി. ഞാൻ പറഞ്ഞില്ല ഇവനറിയാവുന്നു. സത്യമല്ലേ? ആ ശരിയാ, പൊക്കോ. ആ ഞാൻ പറഞ്ഞ കറക്റ്റാ. ശരിയാ, പൊക്കോ. എന്നാ അപ്പൊ നമ്മളങ്ങോട്ട് വാ, പോട്ടെ മതി. ബൈ. നിന്റെ ബുദ്ധി ഉണ്ടല്ലോ, നീ പോ നേരെ. എന്താ വിളിക്കില്ല, മെസ്സേജ് അയക്കൂല, ഒന്നും ചെയ്യൂല. കസ്റ്റമർ കെയർ ഓഫർ പറയാനായിരിക്കും. ആ ജിബിയും രാഹുലും ആയിരിക്കും. ഇവന്മാരെ ഞാൻ പറഞ്ഞതാണ് കാവിൽ കിടക്കണ്ടെന്ന്. ഇവന്മാരൊക്കെ ഇന്ന് ഞാൻ ശരിയാക്കും. ഈ കഥവിന് ഇത് വേണ്ട, കെട്ടുകമ്പിയാണ് നല്ലത്. ഹലോ, എടാ നത്തെ, നീ ഇങ്ങനെ കിടന്ന് വിളിക്കല്ലേ. ഞാൻ ഇവിടെ കയറുന്നേ ഉള്ളൂ. സ്വർണ്ണം എടുക്കാൻ ആളുണ്ടെന്നോ? ആളവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് കിട്ടുന്ന എത്ര സ്വർണ്ണം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. ആ നീയും കൂടെ വരാമെന്ന്. എടാ നീയും കൂടെ വരാൻ നിൻ്റെ അമ്മായിയമ്മയുടെ വീടൊന്നുമില്ല. നീ ഇങ്ങനെ കിടന്ന് വിളിക്കല്ലേ, ശല്യപ്പെടുത്തില്ലേ. ഞാൻ കയറി ആ ജോലിയൊന്നും ചെയ്യട്ടെ. സ്വിച്ച് ഓഫ് ചെയ്യുക കേട്ടോ. ഈശ്വര, കള്ളനാ. ദൈവമേ, ഞാൻ ഇപ്പം എന്താ ചെയ്യാ? ഉച്ചയ്ക്ക് വെറുതെ വന്നത്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഭഗവാനെ, ഞാൻ ഇപ്പം എന്താ ചെയ്യുക? പോലീസിനെ വിളിച്ചാൽ അത് ശരിയാവില്ല. നിലവിളിച്ച വേണ്ട, ശരിയാവില്ല. എൻ്റെ കൃഷ്ണൻ, ഇപ്പം എന്താ ചെയ്യും? നിങ്ങൾക്ക് കയറുന്ന ഞാൻ കാണിച്ചു തരാം. ഈശ്വരാ, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് കോളാണ്. ഒന്ന് മിന്നിച്ചേക്കണേ. എന്താണ് ഇറത്തടിക്കുന്ന കഥോ? ഇതെന്താ സെറ്റപ്പ്? ആ പെങ്കൊച്ച് അത്ര ചില്ലറക്കാരിയല്ല. അവൾ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. എന്നെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാൻ നോക്കണ്ട. ഈ വീടിൻ്റെ മുകളിൽ കൂടെ ഒരു വഴിയുണ്ടല്ലോ, ഞാൻ അതിലൂടെ കയറും. ഈ വീട്ടിലുള്ള മൊത്തം ഞാൻ കൊണ്ടുപോകും. ഞാനാരാ? മോൻ. ഇനി മുകളിൽ കയറാനുള്ള പരിപാടിയാണല്ലേ? ശരിയാക്കി തരാം ഞാൻ. ഞാനിപ്പോൾ മുളക് പൊടി, വെളിച്ചെണ്ണ, ഒന്ന് ഞാൻ അവനെ ശരിയാക്കും.
എൻ്റെ ദൈവം, ഇത്രയും റൂമോ? താഴേന്ന് തുടങ്ങാം, അതായിരിക്കും നല്ലത്. എൻ്റെ പൊന്നമ്മച്ചേ, ആരും കണ്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ചമ്മി പോയേനെ. ഈ പെൺകൊച്ച് എന്തൊക്കെയാ കാണിച്ചിട്ട് പോയേക്കണേ? അയ്യോ, അമ്മേ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂലേ? ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയുള്ളപ്പോൾ അത് ഇവിടെ കയറി വന്നിട്ടുവാ. ഞാനേ മനോഹരൻ്റെ മോളോ, അവനെ കിട്ടിയൊന്നും പോലെ ഇന്ന് ഞാൻ കൊല്ലും. കൊന്നു തന്നെ ഇട്ടു. ഞാൻ കൊല്ലും. അബി 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 ഒന്നു അബി ജോലി കിട്ടിയോ? ഞാനേ നിനക്കൊരു സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്താ? എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആരാ? രേണു, മുളകോടിയാടി. ഏത് പെണ്ണായിരിക്കും? നിങ്ങളത് കണ്ടോ? അബി എന്റെ പേരില്ലാണ്ട് വേറെ ഏതൊരു പെൺകുട്ടിയുടെ പേര് ഫ്ലെയിം വെട്ടിയിരിക്കുക. അതാരും കണ്ടുപിടിക്കണം. ഇതുവരെയുള്ള ഏതോ ഒരു എപ്പിസോഡിൽ അവളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് തരുന്നവർക്ക് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഒരു ഉഗ്രൻ ട്രീറ്റ് നടത്തും. സത്യം. അത് കണ്ടുപിടിച്ച് തരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് ഐ ഡിയിലോ മെയിൽ ഐ ഡിയിലോ നിങ്ങൾ അയക്കാം. അയച്ചു തരൂലേ? പ്ലീസ് എന്നെ സഹായിക്കണേ. അവൻ അങ്ങനെ വിട്ടാൽ പറ്റൂല. പെണ്ണാ? ഏത് പെണ്ണ്? ഈ ചാറ്റിങ് ഇങ്ങനെ ചാറ്റ് ചെയ്ത് പതിയെ ഒരു പ്രണയമായി. ഈ പ്രണയം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു തലത്തിലേക്ക് എത്തി. നമ്മൾ ഈ കാര്യം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിനെ അവൻ ശക്തമായിട്ട് എതിർക്കുകയാണെങ്കിൽ അവൾ അവന്റെ കാമുകിയാണ്. ഇത്ര കട്ടിയുള്ള തമിഴൊന്നും പറയല്ലേ വെച്ചേ. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്തോ വലിയ പ്രശ്നമുണ്ട്. ഇത് ചെറിയ കാര്യമൊന്നും അല്ല.